ഇപ്പോൾ വളരെ സന്തോഷമാണ്. ഇപ്പോൾ കേരളം വിട്ടിട്ട് എവിടെ പോകാനൊന്നും മനസ്സൊന്നുമില്ല. രാജസ്ഥാനിലെ ജയ്പൂരിൽ ജനിച്ച ലിസി 30 വർഷമായി തനി പേരാമ്പ്രക്കാരിയാണ്. ബന്ധുക്കളുടെ കൊടിയ പീഡനം സഹിക്കവയ്യാതെ അന്ന് നാട് വിട്ടോടിയെത്തിയ പെൺകുട്ടി. ആസിഡ് ആക്രമണത്തെയും അതിജീവിച്ചവൾ. അപ്പോൾ പട്ടേൽ കുടുംബമായ കാരണം അന്യജാതി, വേറെ ജാതി അവരൊപ്പരം ചേർന്ന് വരാറ്. അന്നേരം നമുക്ക് അടി കിട്ടും, ചീത്ത പറയും, വടി കൊണ്ടടിക്കും, ഇങ്ങനെയുള്ള പീഡനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ കഴുത്തിൽ ആസിഡ് ഒഴിച്ച് കൊല്ലിപ്പിച്ചത്. സ്വത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഒരു കടലാസ് കൊണ്ടുവന്ന് അതിൽ ഒപ്പിടാൻ പറഞ്ഞതായിരുന്നു. അതിൽ ഞാൻ ഒപ്പിടാൻ്റെ അവർ എൻ്റെ കഴുത്തിൽ ആസിഡ് ഒഴിച്ചു. അവിടെ ഏതോ ഒരാളാണ് വന്ന് ഞങ്ങളെ വന്ന് രക്ഷപ്പെടുത്തിയത്. പിന്നെ ഞങ്ങൾ നേരെ ഒരു പൈസ ഒന്നും കയ്യിലില്ല. അങ്ങനെയാണ് ഞങ്ങൾ ട്രെയിനിൽ കയറി വരുന്നത്. അപ്പോൾ ടീച്ചർ ഞങ്ങളെ പകുതി വഴിക്ക് ഇറക്കി വിട്ടതാണ് കൊയിലാണ്ടി. എന്നാൽ കൊയിലാണ്ടി നിങ്ങൾ എവിടെയെങ്കിലും പോയി ഇങ്ങനെ ജീവിച്ചെന്ന് പറഞ്ഞിട്ട് അയാൾ ഞങ്ങളെ കയ്യിൽ പൈസയും തന്ന് അയാൾ ഇറക്കി വിട്ടതാണ്. നാട്ടുകാർ ചേർത്ത് നിർത്തിയതോടെ ശരീരത്തിലും മനസ്സിനുമേറ്റ മുറിവ് പതിയെ ഉണങ്ങിത്തുടങ്ങി. ചെരുപ്പ് കുത്തലാണ് ഉപജീവന മാർഗം. ലഭിക്കുന്ന വരുമാനത്തിൻ്റെ നല്ല പങ്ക് മറ്റുള്ളവരെ സഹായിക്കാൻ മാറ്റിവെച്ചുകൊണ്ടേയിരുന്നു. ദയ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ വളണ്ടിയർ കൂടിയാണ് ലിസി. പഠിച്ചിട്ട് വേറൊരാളാവണമെന്നൊരാഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ അതല്ല, നല്ല മനുഷ്യൻ, നല്ല പ്രകൃതിനെ സ്നേഹിക്കുന്ന ഒരാൾ, നല്ല നന്മകൾ ചെയ്യുന്ന ഒരാളായിട്ട് ഇത് മതി.